ഹലോ വ്യൂവേഴ്സ്, മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുണ്ടാക്കുന്ന 8 കോമൺ മിസ്റ്റേക്സ് അതെന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ റൈറ്റ് വിസ കാറ്റഗറി നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് ഇഷ്ടം പോലെ വിസ കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് ട്രാവൽ പർപ്പസിന് വേണ്ടി വരാം, മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരാം, ടൂറിസത്തിന് വേണ്ടി വരാം, അഥവാ നമ്മൾ ഫാമിലി ഇവിടെ ഉണ്ടെങ്കിൽ ഫാമിലി റീയൂണിയൻ ആയിട്ട് നമുക്ക് വിസ ടൈപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ അത് കറക്റ്റായിട്ടും ക്ലിയർ ആയിട്ടും വിസ കാറ്റഗറീസിനെ പറ്റി മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ട് ആ റൈറ്റ് ആയിട്ടുള്ള വിസ ടൈപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. വൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞോണ്ട് ആ വിസയ്ക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കുക. ഓരോ വിസയ്ക്കും വേണ്ട ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും സെപ്പറേറ്റ് ആയിരിക്കും. ഡോക്യുമെന്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടേതായ രീതിയിൽ മാക്സിമം റിസർച്ച് ചെയ്യണം. അത് ഐദർ നമ്മുടെ സ്വന്തം റിസർച്ചിലാവാം, അല്ലെങ്കിൽ നമുക്ക് നാട്ടിലുള്ള മൈഗ്രേഷൻ ഏജൻസ് അഥവാ ഓസ്ട്രേലിയയിലുള്ള മൈഗ്രേഷൻ ഏജൻസിൽ മാക്സിമം ബന്ധപ്പെടുക. മിക്കവർക്കും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടാവും. അപ്പോൾ ഫ്രീ ഓഫ് അഡ്വൈസ് ആണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലത്തെ യൂട്യൂബ് ചാനൽസിൽ നമുക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞോണ്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഫോം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഒരിക്കലും റിവ്യൂ ചെയ്യത്തില്ല. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫോം എത്രയും പെട്ടെന്ന് നമ്മൾ ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ഇല്ല. മിക്ക കേസുകളിലും നമുക്ക് വിസയുടെ അപ്ലൈ ചെയ്യുന്നതിന് നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. അത് 2 മാസമോ 3 മാസമോ വാട്ട് എവർ ഇറ്റ് ഇസ്. ആ 3 മാസം കഴിയുന്ന ആ ഒരു ടൈം വരുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് എത്ര ഫോമാണോ ഉള്ളത് അത് മാക്സിമം പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ട് റിവ്യൂ ചെയ്യത്തില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അതെപ്പോഴും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം. ആ ഫോംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു എറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കുക. മൂന്നാമത്തെ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഡോക്യുമെന്റ്സ് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ചെക്ക് ലിസ്റ്റ് വെക്കത്തില്ല. നമ്മൾ ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിക്ക ഏജൻസീസ് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് തരും. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ വെക്കേണ്ടത് വിസ ആപ്ലിക്കേഷന്റെ സമയത്ത് വരുന്നത്, ആ ഡോക്യുമെന്റ്സിന്റെ ഒരു ലിസ്റ്റ് ആയിരിക്കും. അതൊരു ഗൈഡ് ലൈനും കൂടെയാണ്. നമുക്ക് തുടക്കം തൊട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം എന്നുള്ളത്. ആ ചെക്ക് ലിസ്റ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സിൽ തന്നെ പല ടൈപ്പ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. എന്താണ് പല ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ചില കാര്യങ്ങൾ നോട്ടറൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ നോട്ടറീനെ വെച്ച് സൈൻ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ നമ്മുടെ പേരൻസിന്റെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് റെക്കോർഡ്സ് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്യേണ്ട ആവശ്യം വരും, അതിന്റെ കോപ്പീസ്. അപ്പൊ അങ്ങനത്തെ ഡോക്യുമെന്റ്സിന് പൊതുവേ ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം എല്ലാ ദിവസവും നമുക്ക് ഗസറ്റഡ് ഓഫീസറിനെ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അഥവാ നമ്മളൊരു നോട്ടറിന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് നോട്ടറിയുടെ സൈൻ കിട്ടണമെന്നില്ല. അതിന്റെ മുന്നേ നമ്മൾ എടുക്കേണ്ട കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആദ്യമേ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ ചെക്ക് ലിസ്റ്റ് കൊണ്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോ ടൈമും നമ്മൾ ഡോക്യുമെന്റ്സ് സ്വരുക്ക് കൂട്ടുന്ന അനുസരിച്ച് ആ ചെക്ക് ലിസ്റ്റ് നമ്മൾ ഓരോന്നായിട്ട് ടിക്ക് ഓഫ് ചെയ്യണം. അപ്പം നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. 12 ഡോക്യുമെന്റ്സ് ആണ് മൊത്തം വേണ്ടതെന്നുണ്ടെങ്കിൽ 4 എണ്ണം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ 8 എണ്ണത്തിലാണ് എൻ്റെ ഫോക്കസ് വേണ്ടത്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പൊതുവേ കോമൺ ആയിട്ട് ആരും ശ്രദ്ധിക്കാറില്ല. ഇതും നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത്. 4ാമത്തെ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് അഥവാ നമ്മുടെ ക്യാരക്ടർ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓസ്ട്രേലിയൻ വിസയ്ക്ക് വെക്കുന്ന സമയത്ത് നമ്മളൊരു മെഡിക്കൽ തീർച്ചയായിട്ടും നമ്മൾ വെക്കേണ്ടി വരും. അപ്പോൾ മെഡിക്കൽ ഒരു ടെസ്റ്റ് ആയിരിക്കും. മിക്ക കേസുകളിലും കിംസ് ഹോസ്പിറ്റലിലായിരിക്കും നമ്മളൊരു ജനറൽ ഹെൽത്ത് ടെസ്റ്റ് ചെയ്യുക. അവിടെ ചെന്നതിന് ശേഷം ഒരു ഡോക്ടർ നമ്മുടെ നോർമലായിട്ടുള്ള ഹെൽത്ത് ഫങ്ഷൻസ്, യൂറിൻ, റെസ്പിറേറ്ററി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇച്ചിരി വണ്ണമുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡെയിലി ഒരു ലൈറ്റ് ആയിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ വിസയുടെ ആപ്ലിക്കേഷൻ വെക്കുന്ന
എടുക്കുന്ന ടൈമിൽ ഏകദേശം ഒരു 3 മാസത്തെ സ്പാനാണ് വരുന്നത്. കറക്റ്റായിട്ട് നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഹെൽത്ത് റെക്കോർഡ്സ് വളരെയധികം നല്ലതായിരിക്കും. എത്ര നല്ല രീതിയിൽ നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ വെച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഹെൽത്ത് മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ റിജക്ഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്യാരക്ടർ സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മിക്ക വിസയിലും ചോദിക്കാറുണ്ട്. പരമാവധി നമ്മൾ പോലീസ് കേസുകളിലും മറ്റ് അലമ്പ് കാര്യങ്ങളിലും ഒന്നും പെടാണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഈ വിസയ്ക്ക് വരുന്ന സമയത്ത്. കാരണം ഇപ്പൊ എന്തേലും ഒരു കേസ്, ഇപ്പോൾ സാധാരണ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു കോർട്ട് നോട്ടീസ് വരിക എന്നുണ്ടെങ്കിൽ നമ്മുടെ അത്രയും കൂടുതൽ ടൈം പോവുകയാണ്. പോലീസ് ചെക്കിൽ ഇത് വരത്തില്ലേ പോലും വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് നമ്മൾ കോടതി കയറി ഇറങ്ങുകയാണ് ഈ ചെറിയ പെറ്റി കേസിന് വേണ്ടിയിട്ട്. നമ്മുടെ ടൈമും പോവാണ് വിലപ്പെട്ടതായിട്ടുള്ളത്, പിന്നെ നമ്മുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റും നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. 5ാമത്തെ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് അക്കാഡമിക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ PTE അഥവാ IELTS-ന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്? ഈ PTE അഥവാ IELTS എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സ്കോർ കിട്ടണമെന്നില്ല. മാത്രമല്ല ഒരു ആവറേജ് സ്റ്റഡി ടൈം എന്ന് പറയുന്നത് മിനിമം ഒരു 1 to 2 months നമ്മൾ പ്രിപ്പയർ ചെയ്യണം ആദ്യത്തെ എക്സാം എഴുതുന്ന സമയത്ത്. നമ്മൾ വിസ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് മൊത്തം ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മാസമാണ് എടുക്കുന്നത്. ഫുൾ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ടൈം. അതിൽ ഏകദേശം 75 അല്ലെ 80% നമുക്ക് ടൈം വേണ്ടത് ഈ IELTS അഥവാ PTEയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തുടക്കം തൊട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ മാക്സിമം പ്രോബബിലിറ്റി നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് ആ IELTS-ന്റെ ഡിസൈഡ് സ്കോർ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 6ാമത്തെ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ നമ്മൾ വിസ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്നുണ്ടോ അത് ട്രൂത്ത്ഫുള്ളും ആക്യുറേറ്റും ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. മിക്ക വിസ ആപ്ലിക്കേഷനിലും നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഗവൺമെന്റ് ബോഡി അത് ക്രോസ് വെരിഫൈ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിക്ക വിസ ആപ്ലിക്കേഷനിലും നമ്മൾ ലാസ്റ്റ് 10 വർഷം നമ്മൾ നിന്നിരുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് നമ്മൾ കാണിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. ഇവർ ഭയങ്കരധികം സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണിത്. ഈ 10 വർഷത്തിന്റെ ഇടയിൽ നമ്മൾ വീട് മാറി താമസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ലൈൻ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ അഡ്രസ്സും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം നമ്മൾ മിസ്റ്റേക്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിസയുടെ ആപ്ലിക്കേഷന് മാക്സിമം നമ്മൾ പുഷ് ചെയ്യാണ് ഒരു പോസിറ്റീവ് ഔട്ട്കമിന് വേണ്ടിയിട്ട്. 7ാമത്തെ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ ആദ്യം സൂചിപ്പിച്ചാണല്ലോ, ആ ചെക്ക് ലിസ്റ്റിന്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ഡെഡ് ലൈനും ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ വിസയുടെ ആപ്ലിക്കേഷൻ വെക്കേണ്ടത് ഏകദേശം ഈ ഒരു മാസത്തിനുള്ളിലാണ് എന്നുള്ള കൃത്യമായിട്ട് ഡെഡ് ലൈൻ വെക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് സ്വീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ജൂണിനുള്ളിലാണ് നമ്മൾ ഈ വിസയുടെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫോഴ്സ് ചെയ്യാണ് ഇന്നൊരു ഡെഡ് ലൈനിനുള്ളിൽ ഞാൻ എൻ്റെ IELTS അഥവാ PTEയുടെ എക്സാം ഞാൻ നിർബന്ധമായിട്ടും ചെയ്തു തീർക്കണം. ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഈ ഒരു ടൈം എനിക്ക് മാക്സിമം ഉള്ളൂ എന്ന് ഞാൻ എൻ്റെ മൈൻഡിനെ ഞാൻ ഫോഴ്സ് ചെയ്യാണ്. അതുകൊണ്ടുണ്ടാകുന്ന മെയിൻ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഡ് ലൈനിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ആവശ്യമില്ലാണ്ട് നമ്മളെ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ നീട്ടുന്നില്ല. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത്. ലാസ്റ്റ് കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആഡക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫണ്ട്സ് കാണിച്ചില്ലെങ്കിൽ നമ്മുടെ വിസ റിജക്ഷന് സാധ്യത കൂടുതലാണ്. ഇത് കേസ് ബൈ കേസുമാണ്. മാത്രമല്ല ഏത് വിസ ആപ്ലിക്കേഷനാണ് നിങ്ങൾ വെക്കുന്നതെന്നനുസരിച്ചിരിക്കും. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏകദേശം 15 ലക്ഷം രൂപയാണ് നമ്മൾ നാട്ടിൽ കാണിക്കേണ്ടത്. അത് 3 മാസത്തെ മെച്യൂരിറ്റി കാണിക്കണം. 3 മാസത്തെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുമല്ലോ, ഇന്ന തുക നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്.
അപ്പോൾ 3 മാസമായാലും മിനിമം നമ്മുടെ അക്കൗണ്ടിൽ ഇരുന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് നമ്മൾ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും എത്ര നമുക്ക് ഫിനാൻഷ്യൽ എവിഡൻസ് നമുക്ക് കാണിക്കാൻ പറ്റുമോ അത് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റുന്നത് നല്ലതാണ്. ഇതിന്റെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു ലോൺ മുഖാന്തരമാണെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മൈഗ്രേഷൻ ഏജന്റ് അടുത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് വളരെയധികം നല്ലത്. നിങ്ങളുടേതായ റിസർച്ചും ഇതിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് കാണിക്കുന്ന സമയത്ത്. അപ്പൊ ഈ പറഞ്ഞ 8 കോമൺ മിസ്റ്റേക്സ് ആണ് മെയിനായിട്ട് വിസ ആപ്ലിക്കേഷന്റെ ടൈമിൽ പൊതുവെ ആൾക്കാർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ ഹോപ്പ്ഫുള്ളി ഈ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മൈഗ്രേഷൻ ടിപ്സ് ആയിട്ട് കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.